റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുകയാണ്. 1949 നവംബർ 26-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ചത്. 1950 ജനുവരി 26-ന് പ്രസ്തുത ഭരണഘടന നിലവിൽ വന്നതായി പ്രഖ്യാപിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ലോകത്ത് എത്രയൊക്കെ മതങ്ങളും വിശ്വാസങ്ങളും ദർശനങ്ങളും ഉണ്ടോ അവക്കെല്ലാം ഇന്ത്യയിൽ അനുയായികളുണ്ട്. വൈവിധ്യങ്ങളാർന്ന ഭാഷകളും സംസ്കാരങ്ങളും ഇന്ത്യയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭരണഘടന എടുത്തു മറിച്ചു നോക്കിയാൽ 395 ആർട്ടിക്കിളിന്റെ സ്ഥാനത്ത് 448 ആർട്ടിക്കിളുകൾ നമുക്ക് കാണാനാകും. ഇന്ത്യൻ ഭരണഘടനയെ സമഗ്രമായി അപഗ്രഥിച്ച ഗ്രാൻവിൽ ഓസ്റ്റിൻ നമ്മളുടെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ പ്രസക്തമായ ഒരു വാചകമുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സോഷ്യൽ ഡോക്യുമെന്റ് that embodied the objective of a social revolution. സാമൂഹ്യ വിപ്ലവത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രഥമവും പ്രധാനവുമായ പെരുമാറ്റ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. രാജ്യത്തിന്റെ ഭരണഘടനയുടെ മുഖപുര തന്നെ നമ്മളുടെ ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതാണ്. We the people of India, നാം ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് തുടങ്ങുന്ന പ്രിയാമ്പിൾ അവസാനിക്കുന്നത് give to ourselves this constitution. നാം ഇന്ത്യൻ ജനത നമുക്കായി സമർപ്പിക്കുന്നത് എന്ന നിലയിൽ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന ലോകോത്തരമായ മുഖവരയോടുകൂടിയാണ് നമ്മളുടെ ഭരണഘടന തുടങ്ങുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പല ആശയങ്ങളും വാക്കുകളും ലോകത്തിലെ പല ഭരണഘടനകളിൽ നിന്നാണ് ലഭിച്ചത്. വി ദി പീപ്പിൾ എന്ന വാക്ക് നാം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശിലയായിട്ടുള്ള ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, ഈ 3 വാക്കുകളും 1789 നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യങ്ങളായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലോകത്തെ അഭിമാനപൂരിതമാക്കിയ ആ വാക്കുകളാണ് നാം നമ്മളുടെ ഭരണഘടനയുടെ മുഖമുദ്രയായി സ്വീകരിച്ചത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ എടുത്തത് റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ നമ്മളുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് US ഭരണഘടനയിൽ നിന്നാണ്. പാർലമെന്ററി സിസ്റ്റം നാം അഡോപ്റ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്. ഫെഡറൽ സിസ്റ്റം നാം ആവാഹിച്ചത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, മാർഗനിർദ്ദേശക തത്വങ്ങൾ നമ്മൾ കടമെടുത്തത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. എമർജൻസി പ്രൊവിഷൻ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള പ്രൊവിഷൻ നമ്മൾ ഉൾപ്പെടുത്തിയത് ജർമ്മൻ ഭരണഘടനയിൽ നിന്നാണ്. ലോകത്തിലെ ഏറ്റവും നീണ്ട ഭരണഘടനയാണ് നമ്മളുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് നമ്മളുടെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ആധാരശില ബഹുസ്വരതയാണ്. ബഹുസ്വരത ഇല്ലാതാകുന്നിടത്ത് ഭരണഘടനയാണ് ഇല്ലാതാകുന്നത്. നാം ഇന്ന് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അവയെല്ലാം ഭരണഘടന നമുക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ളതാണ്.
ഇന്ത്യയിലെ ഏതൊരു പൗരനും അവനിഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാൻ, അത് പ്രചരിപ്പിക്കാൻ, അവയുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവകാശം നൽകപ്പെട്ടിരിക്കുന്നു. We can practice, profess and propagate our religion. ഈ സ്വാതന്ത്ര്യം പക്ഷേ ലോകത്തിലെ മറ്റു പല ഭരണഘടനകൾക്കും ഇല്ല. ഫ്രാൻസിൽ മതചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരനാണ്, വിശ്വാസക്കാരനാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു അടയാളവും അവിടെ ഒരു പൗരനും എടുത്തണിയാൻ പാടില്ല. പൊതുസ്ഥലങ്ങളിൽ അവർക്കതാവാം, അവരുടെ വീടുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിക്കുവാൻ, ഭക്ഷണം കഴിക്കുവാൻ, വിശ്വാസം ഉൾക്കൊള്ളുവാൻ, ഭാഷ സംസാരിക്കുവാൻ, സംസ്കാരം സ്വീകരിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ഭരണഘടനയുടെ മുകളിലല്ല വിശ്വാസം. ഭരണഘടനയാണ് വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്നതും പരിരക്ഷിക്കുന്നതും. ഭരണഘടന ഇല്ലായിരുന്നു എങ്കിൽ ഇത്തരം ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിന്റെ 150-ാം ജന്മദിനം ആഘോഷിക്കപ്പെടുന്ന വേള കൂടിയാണിത്. അതേ രാഷ്ട്രപിതാവിന്റെ 70-ാം രക്തസാക്ഷിത്വ ദിനവും ആചരിക്കപ്പെടുന്നുണ്ട് ഈ വർഷം. ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന സർക്കാരും ബൃഹത്തായിട്ടുള്ള പദ്ധതികളാണ് അതുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. വിശ്വാസമാണ് ഭരണഘടനയുടെ മുകളിലെങ്കിൽ അടുത്ത ചോദ്യം ഉയരും. ഏത് വിശ്വാസം? ആരുടെ വിശ്വാസം? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് ഒരു വിശ്വാസത്തിന്റെ പേരിലായിരുന്നു. അത് സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചത് മറ്റൊരു വിശ്വാസത്തിന്റെ പേരിലായിരുന്നു. വിശ്വാസങ്ങളുടെ മുകളിൽ ഭരണഘടന നിലനിൽക്കുമ്പോഴേ എല്ലാ വിശ്വാസങ്ങൾക്കും അന്തസ്സത്ത നിലനിർത്തി മുന്നോട്ടു പോകുവാൻ കഴിയുകയുള്ളൂ. രാജ്യത്തിന്റെ ബഹുസ്വരതയെ സംരക്ഷിക്കുവാൻ, നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ ദേശീയതയുടെ അടിസ്ഥാനത്തെ ബലപ്പെടുത്തുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. കേൾക്കുന്നതല്ല, പല സ്ഥലത്തും ചെന്ന് കാണുമ്പോൾ നമ്മളുടെ നാട്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് ലോകപ്രശസ്തമായിട്ടുള്ള കാശിയിൽ പോകാൻ എനിക്ക് അവസരം ലഭിക്കുകയുണ്ടായി. ഒരു ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കാശിയിലെത്തിയത്. കാശിയിലെ പ്രസിദ്ധമായ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപത്ത് ഗ്യാൻവാപ്പി മസ്ജിദ് ഉയർന്നു നിൽക്കുന്നു. ആ ക്ഷേത്രത്തോട് തൊട്ടുരുമി ഒരു പള്ളി ഉയർന്നു നിൽക്കുന്നത് അവിടെ എത്തുന്ന ഒരു വിശ്വാസിയെയും അസ്വസ്ഥമാക്കുന്നില്ല. പ്രദേശവാസികളായ ഇസ്ലാം മതവിശ്വാസികൾക്ക് വിശ്വനാഥ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിലകൊള്ളുന്ന പള്ളി ആരാധനക്കായി തുറന്നു കൊടുക്കുന്നു. കേൾക്കുന്ന ഇന്ത്യയല്ല, പലപ്പോഴും കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഇന്ത്യ. ആ ഇന്ത്യയെയാണ് നാം ജ്വലിപ്പിച്ചു നിർത്തേണ്ടത്. എല്ലാം ഒന്നാക്കാനുള്ള ശ്രമം രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ, ബഹുസ്വരതയെ തകർക്കും. യൂണിറ്റി ഇൻ യൂണിഫോമിറ്റി, ഏകതയിലെ ഏകത്വമല്ല രാജ്യത്തിന്റെ ദേശീയതയുടെ അടിസ്ഥാനം. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിലെ ഏകത്വമാണ്. മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം, മദർ തെരേസയും ഭഗത് സിംഗും ഉയർത്തിപ്പിടിച്ച ഇന്ത്യയുടെ ദേശീയ പാരമ്പര്യം, ആ പാരമ്പര്യത്തിന്റെ സ്പിരിറ്റിനെ, ആത്മാവിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ 7 പതിറ്റാണ്ട് പൂർത്തിയാകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഈ ആഘോഷവേളയിൽ നമുക്ക് കഴിയണം. അതിന് നമുക്ക് സാധിക്കട്ടെ എന്ന്
ആഗ്രഹിക്കുന്നു, അഭിലഷിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി 70ാം റിപ്പബ്ലിക് ദിന ആശംസകൾ അഭിമാനപൂർവം നേരുന്നു. തുടർന്ന്